മൊത്തം മൂത്രം ഒഴിച്ച് വെച്ചേക്കുവാണല്ലോ. മൂത്രമല്ലേ? ഈ കണ്ണിൽ നിന്ന് വന്നതാണോ? എടി മോളെ, എന്തിനാണ് നീ കരയുന്നത്? എടി നീ കരയാതെ കാര്യം പറ. എടി നീ കരയുവാണോ എന്നെ നോക്കി കൊഞ്ഞനം കുത്തുവാണോ? അപ്പൊ നീ കരയാതെ കാര്യം പറ. എനിക്ക് പറയാൻ വയ്യ. പറയാൻ വേണ്ടി ഞാൻ പോണു. അയ്യോ പോവല്ലേ. പിന്നെ കാര്യം പറ. അമ്മാവനാ കുമ്മാവനാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് അന്വേഷിച്ച് വരുന്നത്. എന്റെ ഭർത്താവ് എന്നെ ഇട്ടിട്ട് പോയിട്ട് 1 മാസമായി. ഇതുവരെ അമ്മാവൻ എവിടെ ആയിരുന്നു? എടി ഞാൻ ഇത് അന്വേഷിച്ച് നേരെ എന്റെ മൂത്തേച്ചിയിലെ മൂന്നാർ താമസിക്കുന്നു. അവിടെ പോയപ്പോഴത്തേക്ക് അവളെല്ലാം വാരിക്കെട്ടി പൂട്ടി പിള്ളേരുമായിട്ട് ടൂർ പോയെന്നും. പിന്നെ 1-2 ദിവസം ഞാൻ അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് നേരെ വിതുര പൊന്മുടിയിൽ എന്റെ അണ്ണന്റെ വീട്ടിൽ പോയി. അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ വീട് പൂട്ടിയിട്ടേക്കുന്നു. അവരും ടൂർ പോയെന്നു. പിന്നെ 1-2 ദിവസം അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ മാമനാണോ ടൂർ പോയത്? അത് അവരാണോ ടൂർ? അതല്ലല്ലോ ഇവിടത്തെ വിഷയം. അതല്ലല്ലോ. അയ്യോ വീണ്ടും ഓർമ്മിപ്പിച്ച്. കാര്യം പറ. കാര്യം എന്താന്ന് വെച്ചാ, ഞാൻ കറിക്ക് ഇച്ചിരി ഉപ്പ് കൂട്ടിയെന്ന് പറഞ്ഞോണ്ട് എന്റെ ചേട്ടൻ എന്നെ ഇട്ടിട്ട് പോയി മാമ. എന്തിനാണ് വെറുതെ കറിക്ക് വെറുതെ ഉള്ള ഉപ്പെല്ലാം പാരി ഇടുന്നത്? ഉപ്പ് ഞാൻ ഇട്ടില്ല മാമ. പിന്നെ ഞാനേ ഡൈനിങ് ടേബിളിൽ കറി എല്ലാം പാകമാക്കി വെച്ചാന്നേ. കറക്റ്റ് ഉപ്പായിരുന്നേ. ഞാൻ നോക്കിയതല്ലേ. പക്ഷെ ചേട്ടൻ ഉണ്ണാൻ വന്നപ്പോഴത്തേക്ക് കറിക്ക് ഭയങ്കര ഉപ്പ്. അതെല്ലാം പോട്ടെന്ന് പറഞ്ഞു മാമ. രാവിലെ ഞാനൊരു ചായ കൊണ്ട് കൊടുത്തു. ഞാൻ പഞ്ചാര, അങ്ങേർക്ക് പഞ്ചാര ഒത്തിരി വേണമല്ലോ. ഞാൻ പഞ്ചാര നന്നായിട്ട് കലക്കി ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് അങ്ങേർക്ക് കൊണ്ട് കൊടുത്തത്. അത് അങ്ങേര് കുടിച്ചപ്പോ പറയാം അതിനകത്ത് പഞ്ചാര ഇല്ലെന്ന്. എടി നിന്റെ മുത്തച്ഛൻ, എന്റെ അച്ഛൻ മരിച്ചപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും പരിഹാര കർമ്മങ്ങൾ ചെയ്യണമെന്നും. നിനക്കപ്പ വിശ്വാസമില്ല, നീ അത് ചെയ്തില്ല. അതിന്റെ നീ അനുഭവിക്കണോടി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഈ അച്ഛനെ വേരോടെ പിഴുതങ്ങ് കളയണം. വേരോടെ വരാൻ മാവോ തെങ്ങോ വല്ലതാണോ? അതല്ലെന്ന് നിനക്കറിയാവോ? മിനിഞ്ഞാന്ന് ഞാനൊരു ജോത്സ്യനെ പോയി കണ്ടു. അദ്ദേഹം പറയുക ഈ വരുന്ന 16-നും 20-നും ഇടയ്ക്ക് ഈ കുടുംബത്തിൽ ഒരു അപകടം നടക്കും. ഈ കുടുംബത്തിൽ നമുക്ക് ആവാഹനം ചെയ്യാം. ഏത് വാഹനം ഏതെങ്കിലും തരാം. എന്തായാലും ഇതിനെ കൊണ്ട് പോണം. ഒരു പെട്ടി ഓട്ടോസ് എന്റെ അച്ഛനെ കെട്ടി ഞാനങ്ങ് പോവാടി. എടി ആ വാഹനമല്ല, അതിന് പറ്റിയൊരാളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ഭയങ്കര കർക്കശക്കാരനാണ്. പുള്ളി വരുമ്പോഴത്തേക്ക് നിന്റെ ഈ ജാതയും കാര്യങ്ങളൊന്നും കാണിക്കല്ലോ. പുള്ളി പറയും പോലെ കേട്ട് നിക്കണം. കേട്ടല്ലോ, എന്റെ രക്തത്തിൽ അലിഞ്ഞാണ് ഞാൻ. ചിലപ്പോ എന്തെങ്കിലും തറുതല പറഞ്ഞെന്നൊക്കെ തറുതല പറഞ്ഞ പുള്ളി നിന്നെ ശപിക്കും. നമുക്ക് അച്ഛനെ ഒഴിപ്പിക്കണ്ടേ? അച്ഛനെ ഒഴിപ്പിക്കണം. അതുകൊണ്ട് പുള്ളി വരുമ്പോഴത്തേക്ക് പബ്ബിയതോടൊക്കെ നിക്കണം. കേട്ടോ, അതുകൊണ്ട് ഞാൻ പൂജാ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്കിതിലൊന്നും വലിയ ഇരിക്കെ. അല്ല ബഹുമാനമൊന്നും വേണ്ട, നിങ്ങൾ ഇരുന്നോളൂ. അല്ല നിങ്ങളോ ആരെ ബഹുമാനിക്കാൻ പോകുന്നു? ഇവക്കെ ഇതിലൊന്നും വലിയ വിശ്വാസമില്ല. അതുകൊണ്ടാണ് എന്റെ ഒരു നിർബന്ധ പ്രകാരമാണ്. ഞാൻ മറ്റേ ഇവിടെ ആത്മാവ് വലഞ്ഞു നടക്കുന്നു പറഞ്ഞു. അതിനെ ആവാഹിക്കാൻ വേണ്ടി വന്ന മനസ്സിലായല്ലോ. വിശ്വാസം വേണം നമുക്ക്. അവർക്ക് വിശ്വാസം ഇല്ല ആണോ? ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ഓട്ടോറിക്ഷക്കാരന്റെ വീട്ടിൽ ചെന്നപ്പോ ആ ഓട്ടോറിക്ഷക്കാരന്റെ വൈഫ് ഒരു ആത്മാവ് ഇങ്ങനെ അലഞ്ഞു നടപ്പുണ്ടായിരുന്നു. വിശ്വാസമില്ല. അവസാനം അവൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു. ലൈൻ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വിശ്വാസമായി. ജസ്റ്റ് ഒന്ന് മാറിയുന്നേ. എന്താ ഇത്? പൂജക്കുള്ള സാധനങ്ങൾ ഞാൻ നേരത്തെ റെഡിയാക്കി അങ്ങ് വെച്ചു. അയ്യോ ഇതൊന്നും വേണ്ട. ഇപ്പൊ ഇതൊക്കെ നമ്മള് വേറെ യുഗത്തിലല്ലേ ജീവിക്കുന്നത്. ഇവിടെ ആത്മാവ് വലഞ്ഞു നടപ്പുണ്ട്, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ആത്മാവിനെ ആവാഹിച്ചെടുത്ത് ഞാനൊരു ഹാർഡ് ഡിസ്കിലാക്കി ഒരു പെൻഡ്രൈവിലാക്കി നിങ്ങൾക്ക് തരും. അത് നമ്മള് ഗംഗയിലോ അവിടെയൊക്കെ കൊണ്ട് നിമഞ്ജനം ചെയ്യണം, അത്രേ ഉള്ളൂ. ഒഴുക്കണം, എവിടെയെങ്കിലും കൊണ്ട് ഒഴുക്കണം. ഇതൊന്നും വേണ്ട. ഇത് മാറ്റിക്കോളൂ, ഇത് മാറ്റിക്കോളൂ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അന്നേരം പറഞ്ഞു ഇതൊന്നും വേണ്ടെന്ന്. ഒരു പ്ലഗ് പോയിന്റ് കിട്ടുവോ? കുഴപ്പമില്ല, ബാറ്ററിയിൽ വർക്ക് ചെയ്യാം. ലേശം ഒന്ന് മാറി നോളേ. ആണോ? ഏത് ഫയലാ ചാടി വന്നെന്ന് അറിയാനൊക്കെ കൂടിയ ബാധയായിരിക്കും. അതാണ്, പല സാധനവും ഇങ്ങനെ വീഴും. അത് വേറൊരു ബാധയായിരുന്നു. പേടിക്കണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടത് മുത്തച്ഛനാണ്. ആരാ മുത്തച്ഛൻ? എന്റെ മുത്തച്ഛൻ, മാമന്റെ അച്ഛൻ. ഓക്കെ ഓക്കെ. ആ മുത്തച്ഛന്റെ പേര് പറയൂ. ദാമോദര കൈമൾ. കൈമേലെന്താ കുരുവാണോ? അല്ലല്ല, ദാമോദര കൈമൾ പേര്. ഓക്കെ. നാളെ ബുധനാഴ്ച ഇല്ലയോ? ഇന്ന് ചൊവ്വെങ്കിൽ നാളെ ബുധനാഴ്ച. നാളെ നക്ഷത്രം. അയ്യോ നക്ഷത്രം മൂലം. ചതയം. മൂല ഇരുന്നാ ചതയും. അതല്ലെന്ന് നാള് പറഞ്ഞതാണ്. അല്ല മരിച്ച നാള് വേണോ ജനിച്ച നാള് വേണോ? നമുക്ക് മരിച്ച നാളാണ്. അപ്പൊ മൂലമാണ്. മൂലം. അപ്പൊ വരുമോ ഇപ്പൊ ഇതിനകത്ത്? മാറി നിൽക്കാൻ കൂടെ. ആരാ ചാടി വീണെന്ന് അറിയാനൊക്കെ. പിന്നെ അത് വേണ്ട, എന്റെ എല്ലാം കൂടെ കുറ്റം കൊണ്ടുവരരുത്. വരുന്നോ? എന്താന്ന്
എവിടെ? ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ആത്മാവ് ചിരിക്കണം അവിടെ നിന്ന്. ഈ ആത്മാവ് ഇവിടെ വന്നു കഴിഞ്ഞാല് ആത്മാവിനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കാണാൻ പറ്റത്തില്ല. അയ്യോ എനിക്ക് കാണണം. കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആവാഹിച്ചങ്ങ് തരാം, അപ്പോഴേ കാണാൻ പറ്റുള്ളൂ. ഓടിക്കളയല്ലേ. പിന്നെ എനിക്ക് കാണാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കൊണ്ട് ഞാൻ സംസാരിക്കാവേ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അവിടെ പോയി അങ്ങനെ സങ്കടപ്പെട്ട് നിലയം വിളിച്ചിരിക്കണം. എന്തിനാ എന്താ സങ്കടം? എന്താ അപ്പൂപ്പന്റെ സങ്കടം? അയ്യോ, എന്താ അപ്പൂപ്പന്റെ സങ്കടം? അപ്പൂപ്പന്റെ എന്താ സങ്കടം? അപ്പൂപ്പ, 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 അപ്പൂപ്പ. അയ്യോ, അപ്പൂപ്പന്റെ എന്താ സങ്കടം? അപ്പൂപ്പ, അപ്പൂപ്പ, എന്താ അപ്പൂപ്പ? എന്റെ പുറകെ കളിക്കും. അയ്യോ, എന്റെ അപ്പൂപ്പന് എന്താ സങ്കടം? എന്റെ അപ്പൂപ്പന് എന്താ സങ്കടം? എന്റെ അപ്പൂപ്പ പിണങ്ങി പോവാ. ചോദിക്കേ. കരയല്ലേ, കരയല്ലേ. അവിടെ നിക്ക്, ഇവിടെ ഇരുത്തിയോ? അപ്പൂപ്പ, അപ്പൂപ്പ. അപ്പൂപ്പനോട് എന്തെങ്കിലും പരിപാടി കാണിച്ചിട്ടുണ്ടോ? അച്ഛനോട് ആണോ? അച്ഛന്റെ തലേണ താഴേന്ന് അങ്ങനെ എന്തെങ്കിലും എടുത്തോണ്ട് പോവുകയോ? ഒരു പ്രമാണം എടുത്തോണ്ട് പോയി അല്ലേ? ഉമ്മാവൻ 10 സെന്റ് സ്ഥലം അമ്മാവനെ എടുത്തല്ലേ. ഞാൻ ഇവിടെ എല്ലാം അരിച്ചു പറക്കി നോക്കി, എന്നിട്ട് കണ്ടില്ല. ഇവിടെ നിപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്കല്ലേ കാണാൻ പറ്റുള്ളൂ. ഈ 10 സെന്റ് സ്ഥലത്തിന്റെ എന്താ മേടിച്ചില്ല. അതിനെ ഒന്നെങ്കിൽ പ്രമാണം കൊടുക്കണം, ഇതിന്റെ പൈസ കൊടുക്കണം. ഇല്ലെങ്കിൽ എന്നെ ഉറക്കത്തില്ല. പൈസ അധികം ഒന്നുമില്ല. ഉള്ളോട് ശരി. ഇതിപ്പോ എനിക്കല്ലേ തരാൻ പറ്റുള്ളൂ, പുള്ളിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. ഞാനിതെല്ലാം ഇനി ലാപ്പിൽ കയറ്റണം. ഭയങ്കര മെനക്കെട്ട പരിപാടി. എന്നിട്ട് അച്ഛന് കൊടുത്തോളൂ. എന്നിട്ട് ലാസ്റ്റ് ആണല്ലോ ഞാൻ അച്ഛന് കൊടുക്കും. എനിക്ക് അതറിയാൻ മതി. സത്യത്തില് മാറി ഇന്ന് അവിടെ നിക്ക. അപ്പൂപ്പ എങ്ങനെയായിരുന്നു ഈ അപ്പൂപ്പൻ മരിച്ചത്? അപ്പൂപ്പൻ മരിച്ചെന്ന് വെച്ചാൽ അപ്പൂപ്പന് സ്ട്രോക്ക് വന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ അപ്പൊ തന്നെ ആശുപത്രി എന്താന്ന് അവിടെ ഉണ്ടോ? അപ്പൊ തന്നെ ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയിരുന്നേ. അപ്പൂപ്പൻ ആരോഗ്യവാനായിട്ട് തിരിച്ചു വന്നു. അപ്പൊ വീൽ ചെയറിലൊക്കെ ഇരുത്തിയായിരുന്നു നമ്മൾ കൊണ്ടുവന്നത്. അങ്ങനെ വീൽ ചെയർ കൊണ്ടപ്പോ തേങ്ങ ഇടാൻ വേണ്ടി നമ്മുടെ കൃഷ്ണൻ വന്നായിരുന്നേ. അപ്പൂപ്പന്റെ തേങ്ങ ഇടുന്ന കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ തെങ്ങിൻ ചോട്ടി കൊണ്ടിരുത്തി തേങ്ങ ഇടും കാണുകയല്ല. അപ്പൂപ്പൻ പറഞ്ഞു കരിക്കിടെന്ന്. ആ മഹാഭാവി കരിക്കെടുത്ത് ഉച്ചക്കിട്ട് ചിന്നി തെറിച്ചു പോയി. അല്ല, തലച്ചോറ്. അങ്ങനെ അപ്പൂപ്പൻ മരിച്ചേ. പക്ഷെ ഞാൻ എന്റെ അപ്പൂപ്പനെ അടിവാരത്തുണ്ടെന്ന്. അത് ഞാൻ പോകാൻ നേരത്തെ തന്നാ മതി. അതാണോ ഇത്? പിന്നെ സ്പിരിറ്റ് എന്ന് പറഞ്ഞു ആത്മാവ്. ഇത് തന്നെ. അല്ല അപ്പൂപ്പൻ പറ. കുറെ നേരമായില്ല. എന്താ വെച്ചാ പറ. എല്ലാം ഞാൻ തന്നെ. ഓക്കെ. അവിടെ ഒന്ന് ഓടിക്കളയല്ലേ? എന്തോ ചെയ്തു അല്ലേ? ഞാനോ? ഞാൻ അങ്ങനെ ഇല്ല. അല്ല, സമാനം ഉണ്ടാക്കാം. കൊച്ചുമോളായോണ്ട് ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ അതിന് പ്രായശ്ചിത്തം ചെയ്യണം. അത് അപ്പൂപ്പന്റെ 2.5 പവന്റെ മാല. അല്ലല്ല, എന്തോ മേടിക്കും. ആ മാല തന്നേക്ക്. ഒരു കൊച്ചുമോള അങ്ങനെ അല്ലേ? ഇത് അപ്പൂപ്പന് കൊടുക്കൂ. അപ്പൂപ്പന് കൊടുക്കൂ. പിന്നെ ഞാനിത് വീട്ടിൽ കൊണ്ടുപോയി തിന്നാൻ പോണത്. പൈസയും മാലയും ഒരുമിച്ച് മേടിച്ചിട്ടുണ്ടേ. അപ്പൂപ്പ ഞാൻ തരാ. സന്തോഷം നോക്കിക്കേ. ആ മനുഷ്യന്റെ സന്തോഷം നോക്കിക്കേ. ഇവിടെ കിടന്നു ചുറ്റി തിരിയല്ലേ, അങ്ങ് പോ. പറഞ്ഞു. പിന്നെ എന്താ ഒരു ഉമ്മ കൊടുക്കണം. ആർക്ക്? അപ്പൂപ്പന്. എന്നാ അല്ലാതെ പിന്നെ അല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് മേടിക്കാൻ പറ്റുമോ? മേടിച്ചിട്ട് അങ്ങ് തരും. കെട്ടിപ്പിടിച്ചോ? പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നോളൂ. അത് എനിക്കാ തരേണ്ടതേ. ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യാമോ? ശരി, തന്നോളാം. നമ്മള് പിന്നെ ലാപ്പിൽ കയറ്റിയിട്ട് അപ്പൂപ്പന് ഇറുക്കി കിട്ടപ്പിടിച്ചു. ഇറുക്കി അങ്ങ് പിടിച്ചു. കണ്ടം ചുണ്ടിൽ കർപ്പൂരം കണ്ണിൽ കിളിമകളെ ആരോട് ഉമ്മ തരാൻ പറഞ്ഞു? ഒന്നുകൂടെ. ആരോട് ഉമ്മ തരാൻ പറഞ്ഞു? മാമന് ഉമ്മ പറഞ്ഞോന്ന് പറഞ്ഞായിരുന്നു. അല്ല, ചുണ്ടിൽ എന്താ പറ്റി? അടിച്ചു മറിക്കുമായിരുന്നു. ഒരു ഉമ്മയും കൂടെ കൊടുക്കണമെന്ന് പറയുന്നത്. ഒരു ഉമ്മയും കൂടെ കൊടുക്കണം. വേണ്ട. കല്യാണം കഴിക്കണം മാമ. നന്നായി. എന്താ ആഹാരം വല്ലതും കൊടുക്കുമായിരുന്നോ വൃത്തിയായിട്ട്? അയ്യോ, ഞാനാ
പോവല്ലേ അപ്പൂപ്പ? ഞാനാ വിളിക്കണത്. ചോറ് വാരി കൊടുക്കോ? ചോറ് കൊടുക്ക. എന്തെങ്കിലും ആഹാരം കൊടുക്കാൻ പറഞ്ഞു. ചോറ് കൊടുക്ക. ഉരുള ഉരുട്ടി ഞാൻ വായി വെച്ച് കൊടുക്ക. അവിടെ സന്തോഷായി ആ മനുഷ്യൻ, സന്തോഷായി. ഇത് എന്റെ വായിലേക്കാ തരേണ്ടത്. ഞാൻ അത് അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. നല്ല വിശപ്പുണ്ട് അങ്ങേർക്ക്. അയ്യോ എന്റെ അപ്പൂപ്പ എത്ര നാളായി കാണോ ആഹാരം കഴിച്ചിട്ട്? എന്റെ അപ്പൂപ്പ എത്ര കാലമായി കാണോ ആഹാരം കഴിച്ചിട്ട്? എന്റെ അപ്പൂപ്പനെ ചോറ് വേണ്ടെന്ന്. ചോറ് വേണ്ടാത്ത ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം. ആ ഇനിയിപ്പം പിടിക്കട്ടെ ഞാൻ. വെച്ച് പുറപ്പില്ല. ഓടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാം. ഇവിടെ വരാനാ പറഞ്ഞു. സമാധാനം ഉണ്ടാക്കാം, സമാധാനം ഉണ്ടാക്കാം. അതാ പറഞ്ഞ ആ ഓക്കെ സാധനം കേറി. അപ്പൊ ഇനി ഇവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇല്ല. അയ്യോ ഇതെന്തായാലും ഇത് ഗംഗയിലോ യമുനയിലോ എവിടെയെങ്കിലും ഒക്കെ നിമഞ്ജനം ചെയ്യണമല്ലോ. വേണ്ട, നിങ്ങൾക്ക് അത്രയും പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ പൈസ എന്താന്ന് വെച്ചാൽ തന്നാ മതി. ഞാനത് ചെയ്തു. പറഞ്ഞതിനും കൂടുതൽ കാശ് ആയിക്കോട്ടെ, ഞാനത് ചെയ്തോളാം. ഞാൻ കൊണ്ടുവന്ന് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇതിന്റെ ഞാനത് ഒഴുക്കി കളയുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് കൂടെ പരിഹാരം ചെയ്തോളാം. നല്ലതേ വരൂ. വണ്ടി എടുത്തില്ല. ഇല്ല വേണ്ട, ഉരുട്ടിക്കോ. ശരി. നല്ല മനുഷ്യൻ. എന്നാലും എന്റെ അമ്മാവ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മാവൻ ഇത്ര ഒരു നല്ല കർമ്മം ചെയ്യും. അതാണ് മൂത്തവരൊക്കെ പറയുന്നത് കേൾക്കണം. എന്തോ ചെയ്തേ അപ്പൂപ്പനെ കൂടെ നമ്മള് വലഞ്ഞേ. എന്തൊക്കെ കാര്യം നോക്ക അതിനകത്ത് എന്തോ എന്താണ്ടൊക്കെ ലിസ്റ്റ് ഉണ്ടല്ലോ. എടാ പൊട്ടന്മാരെ, എന്നെയാണ് അമ്മാനാണ് ഈ 2025 ആത്മാവിനെ പിടിക്കാനെന്ന് പറഞ്ഞ് മണ്ടവേഷം കെട്ടി വന്ന എന്നെ പോലെ ഉള്ളവരെ നീയൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോടാ. സമ്മതിക്കണം ചെറ്റകളേന്ന്. അപ്പൊ മോളെ എന്റെ പൈസ അമ്മാവാ